തമാശകളെ. അങ്ങനെ നമ്മൾ ഹംപി വിടുകയാണ്. ഞാൻ ഇവിടെ കിടന്നില്ലാത്തത്. മോർണിംഗ്. നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് ഇങ്ങനെയായിട്ടുള്ള ഹംപി. എൻ്റെ ഈ താഴത്തെ ചുണ്ട് വ്യത്യാസമൊന്നുമില്ലല്ലേ ഉണ്ടോ? പക്ഷെ എനിക്ക് നല്ല ഹെവിനെസ് തോന്നുന്നുണ്ട്. താഴത്തെ ചുണ്ടിങ്ങനെ എന്ന് പറഞ്ഞിരിക്കണ പോലെ, നല്ല കട്ടിയുള്ള പോലെ തോന്നുന്നു. ഞാനിന്ന് രാവിലെ എണീറ്റ് ഇവിടെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒന്ന് പോകണം, നടക്കണമെന്ന് ഓർക്കുക. ഡ്രസ്സ് കുഴപ്പമില്ലായിരിക്കും അല്ലേ? നൈറ്റ് ഡ്രസ്സ് ഉണ്ടാക്കണം. അടുത്ത് താമരയൊക്കെ വിടർന്നല്ലോ. ഇവിടെ കല്ലുകൾ കണ്ടോ? ഒന്നിൻ്റെ പണ്ടേ വന്ന് ഇങ്ങനെ കയറ്റി വെച്ചേക്കണ പോലെ തുടുതുടു വട്ടം കയറ്റിയിരിക്കണം. ഒരു ഫോറിനർ സെസ്കി ബോഡിയൊക്കെ ആയിട്ട് തന്നെ ബാത്റൂം പോയെന്ന് തോന്നുന്നു. ഇവർ രാവിലെ വരെ ബാത്റൂം പോകുമോ? എൻ്റെ കൂടെ ആരും വന്നില്ല. പക്ഷേ ഞാൻ ആരെങ്കിലോട് എൻ്റെ കൂടെ വരാൻ പറഞ്ഞു. ഇനി വലിയ ഏത് സ്ഥലമൊന്നും നമുക്ക് അറിഞ്ഞൂടല്ലോ. പിന്നെ ഇന്ന് നമ്മൾ ഗോവയ്ക്ക് നമ്മുടെ യാത്ര തിരിക്കുകയാണ്. ഇവിടുന്ന് ഇവർ ഏതോ ഒരു റൂട്ട് ഇവിടെ കണ്ട ഒരു മലയാളി പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു, ഈ റൂട്ട് പോയാൽ മതിയെന്ന്. ചായക്ക് വരെ കൈ പാട്ടും പിടിച്ചുകൊണ്ടാണ് പോകുന്നത്. ആർക്കറിയാം. ഇവിടെ ഉള്ളവരൊക്കെ ഉണ്ടല്ലോ വേറെ വൈബ് എന്നുവെച്ചാൽ വ്യത്യാസമുള്ള ആൾക്കാരിങ്ങനെ എന്താ. ഇവരെ രാവിലെ ഇവിടെയൊക്കെ നനയ്ക്കും തോന്നുന്നു. ഇവിടെയൊക്കെ നല്ല പച്ചയായിട്ടിരിക്കണില്ലേ? എൻ്റെ ചുണ്ടാണെങ്കിൽ എനിക്ക് കടിച്ച എന്ത് കടിച്ചാണെന്നോ നോക്കിയ വേനിക്കണ ചുണ്ടൊക്കെ. എന്താണ് ലൈസ് ഉറങ്ങിയില്ലേ? ചുണ്ട് ഇങ്ങനെ തോന്നുക കടിച്ചോ അല്ലെങ്കിൽ കഴിച്ച സാധനത്തെല്ലാം ഉറുമ്പിരിക്കോ? അത് വേണ്ടി ഞാൻ ഇങ്ങനെ ചുണ്ട് ഇങ്ങനെ പിടിച്ച് കിടന്നുറങ്ങി. എങ്ങനെ അങ്ങനെ പിടിച്ചിറങ്ങി ഉണ്ടാവോ? നശിപ്പിച്ച് സാധനം നശിപ്പിച്ച്. ചുണ്ടാണെങ്കിൽ കുറന്ന് പറഞ്ഞിരിക്കണം. ഷുഗർ വിരോധിയാണ്, തടി കൂടുന്നു. ഷുഗർ വിരോധിയൊക്കെ തന്നെ, കട്ടൻഡെങ്കിൽ മാത്രം വേണം. അത്ര മതി. ഇത്ര വലിയ പട്ടിക ഞാൻ വേറെ റൂമിനല്ലാണ്ട് ടോടുന്നേ ആദ്യമായിട്ട്. ഹലോ ഹായ് വാലുകൊണ്ടടിക്കണ നോക്കി. ഹലോ ഇത് നമ്മളുടെ ഈ സ്റ്റേ ചെയ്യണ സ്ഥലത്തുനിന്ന് ഇതാട്ടോ സ്റ്റേ ചെയ്യണ സ്ഥലം. ഇതൊന്നും ഇങ്ങനെ വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ ഇതാണ് വ്യൂ. മറ്റങ്ങനെ ഇതൊക്കെ എനിക്ക് തോന്നുന്നു പച്ചയായി നിന്നാൽ കുറച്ചുകൂടി ഭംഗിയുണ്ടാവുമായിരിക്കും. എന്നാ വാ അങ്ങോട്ട് അടക്കാന്ന. ഇത് എന്ത് മരവാ? എന്ത് മരവോ? മാങ്ങയാണോ? അങ്ങനെ നമ്മളിവിടെ നിന്ന് പോവാണ് ഗോവ. പക്ഷെ ഗോവയിലെ റൂം പോലും ബുക്ക് ചെയ്തിട്ടില്ല. ഞങ്ങൾ ബുക്ക് ചെയ്തെല്ലാം ബുക്ക് ചെയ്ത്. ഇവരാണ് ഗോവ പ്ലാൻ ചെയ്തത്, എന്നിട്ട് ഇവരൊന്നും ബുക്ക് ചെയ്തിട്ടില്ല. അപ്പൊ നമ്മൾ കുളിയൊക്കെ കുളിച്ചില്ല പറഞ്ഞ ഫ്ലൈ പറഞ്ഞതാ. കുളിക്കാതെ ഡ്രസ്സ് മാറി
അവരാരണ്ടൊക്കെ കുളിക്കുന്നുണ്ട്. എനിക്ക് കുളിക്കാൻ മൂടില്ല. ഞാൻ നല്ല രാത്രി കുളിച്ചായിരുന്നു. ഞാൻ പിന്നെ ഇന്നലെ രാത്രി ഇട്ട് അതേ ഉടുപ്പ് തന്നെ ഇട്ട്. ഇന്ന് എന്തായാലും ഫുൾ ട്രാവലിങ്. നമ്മൾ എത്ര മണിയാകുമ്പോൾ ഗോവയിൽ എത്തുമായിരിക്കും? ഉച്ചയാകുമ്പോൾ എത്തുമോ? എന്തായാലും അത്രയും നേരം വണ്ടിയിലിരിക്കല്ലേ. അപ്പം ഈ ഉടുപ്പിടാം. വേറെ ഒന്നും ആരും കാണാൻ ഇറങ്ങാനൊന്നും ഇല്ലല്ലോ. ഇനി ഈ ഉടുപ്പ് ഞാൻ ഫുൾ രാത്രികളിൽ മാത്രം ഇട്ടിട്ടുള്ള ഉടുപ്പുകളാണ്. അപ്പം ഇത് പകലിടാം. എല്ലാവരുടെ ഡ്രസ്സ് തീർന്നു തുടങ്ങിയിരിക്കണം. അമ്മൂസിന്റെ ഡ്രസ്സ് കഴുകുമായിരിക്കും അവര്. നമ്മളിപ്പോ എത്ര ദിവസമായി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്? 4-6 ദിവസമായാ? 6 ദിവസമായി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്. പക്ഷെ 6 ദിവസമായ പോലെ ഒരു ഫീലില്ല എനിക്ക്. നിനക്കുണ്ടാമോ? അമ്മൂസിന് ഇങ്ങനെ വീട്ടിൽ പോണം പറഞ്ഞ മടുത്ത്. അപ്പം നമുക്ക് ഇവിടുത്തെ ഫുഡ് കഴിക്കാൻ പോവാം. ഇവിടെ 10 മണി വരെ കിച്ചൺ ഓപ്പൺ ആയിട്ടുള്ളൂ. എൻ്റെ ഇവിടുത്തെ ഈ സാധനം പൊട്ടി ഇന്നലെ. ഇപ്പൊ ഒരു മറുക് പോലെ ഉണ്ടല്ലേ കാണുന്നു. പിന്നെ ഇന്ന് ഞാൻ സൺസ്ക്രീൻ ഇടാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ സൺസ്ക്രീൻ ഇടാതെ പുറമെ കൺസീലർ ഇട്ട്. ഇനി ഇത് മാറ്റിയിട്ട് ഇനി സൺസ്ക്രീൻ ഇട്ട് പിന്നെ കൺസീലർ ഇടാൻ എനിക്ക് വയ്യ. അങ്ങനെ നമ്മൾ ഹംപി വിടുകയാണ്. ഞാൻ ഇവിടെ കിടന്നില്ലാത്തുന്നു. ഹംപി കഴിഞ്ഞു. ഇനി നമ്മൾ ഗോവ. അമ്മന് ഗോവയിൽ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നോ? എനിക്ക് പക്ഷെ ഗോവയിൽ പോകണമെന്ന് അങ്ങനെ ആഗ്രഹമില്ലായിരുന്നു. അതായത് എനിക്ക് ആദ്യം എനിക്ക് ഹംപി പോയാൽ മതി. ആ പട്ടി എന്താ റാബിറ്റിന്റെ അടുത്താണ്. എനിക്ക് തണുക്കുണ്ട്. തിരിച്ചു ചെല്ലുമ്പോഴേക്കും മിക്കവാറും 2 ദിവസത്തേക്ക് ഇങ്ങനെ കിടക്കാൻ തന്നെ ആയിരിക്കും തോന്നുന്നു. ഹലോ ചേച്ചിന്റെ കേക്ക് ഇതിന്റെ വാലാണ്. പണ്ടെനിക്ക് എന്തൊരു പേടിയായിരുന്നു പട്ടീന. എനിക്ക് വേണ്ടി ഈ സൗണ്ട് എഫക്റ്റ് ഉണ്ടല്ലോ, എല്ലാ പട്ടികൾക്കും ഇഷ്ടമുള്ള സൗണ്ട് എഫക്റ്റ് ആണെന്ന് തോന്നുന്നു. അങ്ങനെ ശബ്ദം ഉണ്ടാക്കുമ്പോഴേക്ക് വാലിൽ താട്ടാൻ തുടങ്ങും. റൂബി അതെ, മണി അതെ. നക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പേടിയാ. ഞാൻ റൂബീനെ മണീനെ മാത്രമേ നക്കാൻ അനുവദിക്കാറുള്ളൂ. അങ്ങനെ നമ്മൾ ഹംപിയുടെ നാട്ടിൽ നിന്നും പോവുകയാണ്. ഇവര് ഗോവയിലോട്ടാന്നും പറഞ്ഞുള്ള പോണ വഴിയാണിത്. ഇത് തന്നെയാണോ പറഞ്ഞേ അച്ചാർച്ചേടാ? നമ്മള് ഗോവയിലോട്ട് പോവാനുള്ളൊരു വഴി. സൂപ്പർ വഴിയാണ്. നേരെ വിട്ടാതി 2 മണിക്കൂർ കുറവാന്നും പറഞ്ഞു വന്നയാ. എന്തിനാണ് മാപ്പ് ഒരു കറക്കിട്ട് പോവാൻ പറഞ്ഞ? റൗണ്ട് അടിച്ചിട്ട് പോക്കോളെ. തമാശകളെ. ഇത് നമ്മൾ ഗോവയ്ക്ക് പോണ വഴിയാണ് കേട്ടോ. സൈഡിൽ ഫുള്ള് ദേ കാണുന്നത് മാങ്ങാത്തോപ്പാണ്. പക്ഷേ മാവിൻ തോപ്പാണ് ഫുള്ള് കാണുന്നത്. പിന്നെ ഇവിടുത്തെ മാവുണ്ടല്ലോ വലിയ ഉയരില്ല കേട്ടോ. മരങ്ങളൊക്കെ ചെറിയ മരം. ഇത് ഇപ്പൊ ബോൺസായി ആണ്. ഇച്ചിരി പറഞ്ഞ പോലെ അല്ലല്ലേ? ഇത്തിരി കുഞ്ഞിതാണോ?
കണ്ടത് ഇവിടെയൊക്കെ നിറച്ചും കുഞ്ഞു മാവും ഭയങ്കര വലിയ ശിഖരങ്ങളുള്ള മാവ്. അതിൻ്റെ ഈ മരം മാത്രം ചെറുത്, മണ്ണിനടിയിൽ ബാക്കി ആയിപ്പോയ പോലെ ഉണ്ട് കാണുമ്പോൾ. ഓക്കെ കണ്ട ബാക്കിയെല്ലാം മണ്ണിനടിയിലായിപ്പോയ പോലെ ഇല്ലേ? എനിക്ക് തോന്നുന്നു ഇവിടെ നിന്നാന്ന് തോന്നുന്നു നമുക്ക് അങ്ങോട്ടേക്ക് മാംഗോസ് കിട്ടുന്നത്. നമ്മൾ ഗോവയ്ക്ക് പോണ വഴി ഫുഡ് കഴിക്കാനായിട്ട് ഈ കാണുന്ന മാവിൻ തോപ്പൊക്കെ ഉള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് നിർത്തിയേക്കുന്ന സ്ഥലം ഏതാടാ? ഹുബ്ലിയാണ്. അല്ല, ഹുബ്ലി കഴിക്കുന്നു. ഏതാണ് സ്ഥലമെന്ന് അറിയാൻ വയ്യ. ഉണ്ടെന്ന് ചെറിയ ചെറിയ മാവിൻ തോപ്പുകളുണ്ട്. ചിലപ്പോൾ മാവെല്ലാം പൂത്ത് നിൽക്കണമൊക്കെ. പൂത്ത മാവ്, ഈ പൂത്ത മാവിനകത്താണ് മാങ്ങ ഉണ്ടാകുന്നത്. എല്ലാവർക്കും അറിയായിരിക്കും, അറിയില്ലാത്തവരുണ്ടെങ്കിൽ നമുക്കറിയാം. ഇതാരത്? ഇതാരാ എന്നെ കുട്ടി? അത് ഇതിനകത്തല്ലടാ, നേരെ നോക്ക്. റെസ്റ്റോറൻറ്റ് ഇത് റിസോർട്ട് ആൻഡ് റെസ്റ്റോറൻറ്റ് ആട്ടോ. ആണോ? ചിലപ്പോ ഈ വഴി കണ്ടുപിടിച്ച ടീമായി. ഓ, ഈ വഴി കണ്ടുപിടിച്ച ആരെങ്കിലും ആയിരിക്കും. ശരിയാ, യോദ്ധാവാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. രണ്ട് സൈഡും മുടിയൊക്കെ പിന്നെ ഇട്ടിട്ടുണ്ടല്ലോ. എടി ഇവിടുത്തെ ട്രൈബലായിരിക്കും പണ്ടത്തെ. എന്നാ തൽക്കാലം വെച്ച് കഴിച്ചാരാ? അമ്മൂസിന് ഈ ഭൂമിയിൽ നിന്ന് മൃഗങ്ങളെയൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ? മൃഗങ്ങളെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വെജിറ്റേറിയൻ ആവണം, അതറിയോ? അമ്മൂന് മൃഗങ്ങളെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്നാ വെജിറ്റേറിയൻ ആവാൻ പറ്റില്ല. വേറെ കടകളൊന്നും കിട്ടാത്തതിനാൽ അമ്മൂനെ ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യിപ്പിച്ചു. വേണ്ടടാ, ഇത് തമ്മിൽ അറിയണില്ലല്ലോ. ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും തമ്മിൽ അറിയണില്ലല്ലോ. ഒറിജിനൽ ഏതാ ഡ്യൂപ്ലിക്കേറ്റ് ഏതാന്ന് മനസ്സിലാവണില്ല. ഇതേതോ റിസോർട്ടാണ് കേട്ടോ. ടാങ്ക്. ഇത് ഞാൻ ഉണ്ടല്ലോ മറ്റേ ബുദ്ധ ഡൈനസ്റ്റിന്ന് മേടിച്ച. ഗോവ. എടാ GA രജിസ്ട്രേഷൻ ഗോവയാണോ? നമ്മള് ഗോവ പോകുന്ന വഴി ചായ കുടിക്കാൻ ഇവിടെ ഒരു കടയിൽ നിർത്തിയിരിക്കുകയാണ്. എനിക്ക് വൊമിറ്റ് ചെയ്യാൻ വന്നു. അനക്കട്ടനാണോ? 2 ചായ 1 കാപ്പി. സാൻഡ്വിച്ച് ബ്രെഡ്. ഓൾറെഡി എന്റെ നാക്കും തൊണ്ടയൊക്കെ പൊളിപ്പൊളിഞ്ഞിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഗോവൻ മണ്ണിലേക്ക് കാലുകുത്തിയിരിക്കുകയാണ്. വെൽക്കം ടു ഗോവയിലോട്ട് NH 748 ആണ്. റോഡ് അത്യാവശ്യം മോശമാണ് കേട്ടോ ഈ വഴി. അതായത് നിങ്ങൾ ഹംപി റൂട്ടൊക്കെ വരുവാണെങ്കിൽ, നമ്മുടെ കേരളത്തിൽ നിന്ന് അല്ലാതെ വരുവാണെങ്കിൽ നല്ല റോഡുണ്ട്. എൻ്റെ ഒരു തവണ വന്നിട്ടുണ്ട്. അയ്യോ, നമ്മൾ ഗോവയിലെത്തി. ഗോവ പ്രോപ്പർ ഗോവ എത്തിയിട്ടില്ല, ഗോവയിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ ഗോവ സ്റ്റേറ്റിലെത്തിയിട്ടുണ്ട്. നമ്മൾ ഒരു കരിക്ക് മേടിക്കാനായിട്ട് ഈ സൈഡിൽ കരിക്ക് മേടിക്കാനായിട്ട് നിർത്തിയതാണ്. അപ്പോൾ ഞാൻ ഉണ്ടല്ലോ ഭയങ്കര എക്സോസ്റ്റഡ് ആയെന്ന് പറഞ്ഞാൽ, നമ്മൾ കേരളത്തിൽ നിന്ന് ഹംപി വരെ എത്തിയപ്പോൾ ഞാൻ ഇത്ര എക്സോസ്റ്റഡ് ആയില്ല. പക്ഷെ ഹംപിയിൽ നിന്ന് ഗോവ വരെ ആ വേറെ റൂട്ട് വന്നില്ലേ, ആ റൂട്ട് വേറെ ഉണ്ടായിരുന്നു. നോർമൽ വഴി വന്നാൽ മതിയായിരുന്നു. ആ റൂട്ട് വന്നപ്പോൾ അത് ഭയങ്കര കയറ്റവും ഇറക്കവും, ഭയങ്കര റോഡ് ഭയങ്കര മോശമായി. അതുകൊണ്ട് എനിക്ക് ഒട്ടും വയ്യ. വലിയ ഷോർട്ട് കട്ടൊക്കെ കണ്ടുപിടിച്ച് വന്ന ആളാ. എന്താന്നറിയാം, എന്നെ കുട്ടി ആ ചക്കൻ്റെ കൂടെ കളിച്ചിട്ട് ആ ചക്കനെ ബാഡ്മിന്റൺ തോപ്പിച്ച് അതിനുള്ള പണി നന്ദി അനക്കിട്ട് നീ എന്താ ഈ വഴി പോടാന്ന്. ഇതാ പുള്ളി കാണുന്നുണ്ടെങ്കിൽ പാവം, പുള്ളി നല്ല ഉദ്ദേശിച്ച് പറഞ്ഞതാ. പക്ഷെ എന്ത് ചെയ്യാം, നമുക്ക് മോശമായിട്ട്. ഇപ്പോൾ
നേരത്തെ നല്ല റോഡായിരുന്നു ഇരിക്കാൻ പറ്റും, ഇപ്പോൾ അത് മോശമായിരിക്കാം. അയ്യോ ഒരു പോസിറ്റീവ് ആണെന്ന് കാണിട്ട് ഇതിനു മുമ്പ് ഇത് പറഞ്ഞത് ദേഹമൊക്കെ വേറെ ഛർദിക്കാൻ വന്നിട്ടുണ്ടല്ലോ അങ്ങനെ. നല്ല കരിക്ക്, നല്ല കറക്റ്റ് പരുവത്തിലുള്ള കരിക്ക്. സാധാരണ കരിക്ക് മേടിക്കുമ്പോൾ തേങ്ങ കരിക്കല്ലേ നമുക്ക് കിട്ടാറ്, ഇത് നല്ല കരിക്കിന്റെ പരിവമുള്ള കരിക്ക്. ഇനിയിപ്പോ ഗോവയിൽ ചെന്ന് കഴിഞ്ഞാൽ ഗോവൻ ഫുൾ കരിക്കായിരിക്കുമല്ലോ. അല്ലടാ ഗോവയിൽ ഫുള്ള് കരിക്കില്ലേ? അല്ല വീഡിയോയിലൊക്കെ കാണാമല്ലോ. തലേന്ന് ഇന്നലെ പൂർക്കാൻ വലിച്ച് മൂലപ്പോയി കിടന്ന് ഉറങ്ങണ്ടായിരുന്നു. തലവേദന, എനിക്ക് തലവേദന ഉണ്ടല്ലോ. ലൈറ്റ് വൈറ്റ് ആകുമ്പോഴത്തേക്ക് അത് പാട്ടാലും. നമ്മള് കാസിനോസ് വരുന്നുണ്ട്. നമ്മളങ്ങനെ ഗോവയിൽ എത്തിയിരിക്കാണ്. ബീച്ചിന്റെ അടുത്ത് എത്തിയിട്ടോ. ഇത് ഏത് ബീച്ച് സൈഡ് തന്നെ കുട്ടി? കലാങ്കൂട്ട് ബാഗ, നോർത്ത് ഗോവയിലാണ്. നമ്മളിവിടെ ഇപ്പോ റൂമുകൾ അന്വേഷിച്ച് തേരാപ്പാരലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതേ ഒരു സ്റ്റേ സോമി പ്ലാസ സ്റ്റേ അല്ലേ? നമുക്ക് പോണ വഴിയേ ചോദിച്ചു പോവാം. ഓക്കെ, നമ്മളിത് ഇവിടെ ഒരു കായ് റിവർ വ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടല് സെറ്റ് ആയിട്ടില്ല. റൂം കണ്ടു നോക്കിയിട്ട് വരാവേ. ഓന്റെ ലിപ്സ്റ്റിക് കിലോമീറ്റർ നടക്കാൻ പറ്റുമോ? ഓ ഇതൊരു റൂം. ഇവിടെ തന്നെ ഓക്കെ. അപ്പം നമ്മൾ ഈ ഒരു റൂം എടുക്കാൻ കഴിച്ചു. ഇത് ഒരു റൂം, പിന്നെ അപ്പുറത്തെ റൂം. ഇത് രണ്ടും ഒരു റൂമിനകത്ത്. ഞാൻ ഉണ്ടീനി ആ മുന്നേ വേറെ എവിടെ കിടത്തത്തില്ല. എനിക്ക് അവരെൻ്റെ കൂടെ ഇല്ലെങ്കിൽ എനിക്ക് സമാധാനമില്ല. അവർ വേറെ റൂമിൽ കിടന്ന എന്തെടുക്കുമായിരിക്കും എന്ന് പറഞ്ഞാൽ കഴിഞ്ഞിട്ട് എന്തെയാ ഞാൻ ഇച്ചിരി അമ്മമാരെ പോലെ ആയിപ്പോയി ചിന്തിക്കണത്. അവരെനിക്ക് അതുകൊണ്ട് ഇപ്പോഴും ഒരു വലുതായെങ്കിലും എനിക്ക് പുച്ഛമായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അടുത്ത് എനിക്ക് കാണുന്ന ഭാഗത്തില്ലെങ്കിൽ എനിക്ക് സമാധാനമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ 4 പേർക്ക് എടുക്കാൻ പറ്റുന്ന റൂമോ ഫുൾ അന്വേഷിക്കുന്നത്. അപ്പോൾ ഇതങ്ങനെ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇന്ന് പോരെ, കുഴപ്പമില്ലല്ലോ. AC ഒക്കെ ഇല്ലേ? അത് മതി. നമുക്ക് ഇതങ്ങ് സെറ്റാക്കാം. ഇവിടെ ഇപ്പം ഇന്ന് നമ്മളിവിടെ സ്റ്റേ ചെയ്യും. എന്നിട്ട് ഇന്നിവിടെ അടുത്ത് കുറച്ച് സ്ട്രീറ്റ് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാം. സമയമുണ്ടെങ്കിൽ ബെറ്ററായിട്ട് ഓൾറെഡി ഇവിടെ പക്ഷേ അന്നക്കുട്ടി പറഞ്ഞാൽ 2 മണി വരെ നൈറ്റ് ലൈഫൊക്കെ ഉണ്ടെന്നാണ്. നോക്കാം. അപ്പോൾ അപ്പോൾ ഇന്ന് അവിടെയൊക്കെ പോയിട്ട് നമുക്ക് നാളെ മറ്റന്നാളെ നമ്മൾ തിരിച്ചു പോവാം. 2 ദിവസം ഇവിടെ ഉണ്ട്. അപ്പോൾ നാളെ മറ്റന്നാളത്തേക്ക് വേണ്ടി നമുക്ക് വേറൊരു ജില്ലായിട്ടുള്ള ബീച്ച് വ്യൂ ഇല്ലെങ്കിലും എന്താണ് ഷാർക്കുള്ള ബീച്ച് നമുക്ക് പക്ഷേ ഹോട്ടലിൽ നമുക്ക് നോക്കി സെറ്റ് ചെയ്യാം. പിന്നെ ആണെങ്കിൽ എൻ്റെ ചുണ്ടിന് എന്തോ പറ്റി. ഞാൻ രാവിലെ പറഞ്ഞില്ലേ ചുണ്ട് വീർത്തിരിക്കണമെന്ന്. കണ്ടത് പൊട്ടിയിട്ടില്ല, വീർത്തിരിക്കണം. ഇന്നലെ ഞാൻ കഴിച്ച എന്തിൻ്റെയോ പൊള്ളി എന്തോ സംഭവിച്ചെനിക്ക്. രാത്രി വല്ല ഉറുമ്പ് കടിച്ചോ എന്നൊന്നും അറിയില്ല. എങ്ങനെയുണ്ട് മുറിവ്? ഇഷ്ടപ്പെട്ടാ? അപ്പൊ നമ്മൾ ചെക്ക് ഇൻ ചെയ്തിട്ട് ഇനി എന്റെ മുടി എന്താണ് ചപ്പാത്തി വരത്തി വെച്ചാണ് ഇരിക്കണേ. ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോണു. അതിനുശേഷം ഞങ്ങൾ നാളത്തേക്കുള്ള റൂം അന്വേഷിക്കും. ഹലോ ഗൈസ്, ഞങ്ങൾ ഗോവയിലാണ് ഗൈസ്. എങ്ങോട്ടേക്കാ? ബീച്ച് അങ്ങടാണോ? ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെന്റർ. പിന്നെ ഇത് ബാഗൻ ബീച്ചാണ്. അല്ല നമ്മള് ബാഗ ബീച്ചിലാണ്. ഞാൻ ഒരു ബാഗ് എടുത്തിട്ടുണ്ട്. അതിന്റെ ലിപ്സ്റ്റിക് ഉണ്ട്. ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണെങ്കിൽ ലിപ്സ്റ്റിക് ആണോ? അയ്യോ എന്റെ ആധാർ കാർഡ് ആകെ ഉള്ള ഒരു ആധാർ കാർഡ് എന്നാ എടുത്ത് പോക്കറ്റിലിടത്. അയ്യോ എന്റെ ബാഗ് അടിച്ചോണ്ടോ ഞാൻ സമ്മതിക്കും. ആണോ? ഇവിടെ നല്ല തിരക്കാണോ?
കളർഫുൾ ആയിട്ടുണ്ട്. വന്നപ്പോൾ തന്നെ നമ്മളെ കുറേ സബ്സ്ക്രൈബേഴ്സിനെ കണ്ട്. എവിടെ ചെന്നാലും മലയാളികളെ കാണാം കേട്ടോ. അത് സത്യം പറഞ്ഞ ഒരു ഭാഗ്യമാണ്. ഭയങ്കര ശബ്ദമല്ലേ. ഓക്കെ ബൈ. അവിടെ പിന്നെ ഫുള്ളങ്ങ് ശബ്ദവും പാട്ടും പാർട്ടിയും മൊത്തത്തിലിങ്ങനെ കലവല 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 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫീലായിരുന്നു. പിന്നെ നമ്മൾ നടക്കുമ്പോഴേക്കും ഇങ്ങനെ ഓരോരോ ഹോട്ടൽസിൽ നിന്ന് ആളുകൾ വന്നിട്ട് ഇവിടെ നിന്ന് ഫുഡ് കഴിക്കും, ഇവിടെ അടിപൊളിയാണെന്നൊക്കെ പറയും. പിന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. ഓൾറെഡി എനിക്കിങ്ങനെ തലവേദന എടുത്തിരുന്നതുകൊണ്ട് എനിക്കിങ്ങനെ പാട്ട് കേൾക്കുമ്പോഴേക്കും ഇങ്ങനെ ഒരു ഇറിറ്റേഷൻ വരും. ഞാൻ തന്നെ കം ഡൗൺ ചെയ്യും. എനിക്കിങ്ങനത്തെ അപ്പം എനിക്ക് മനസ്സിലായിട്ടാണ് എനിക്കിങ്ങനത്തെ പാർട്ടി വൈബ് എനിക്കിഷ്ടമല്ല എന്നുള്ളത്. ഇങ്ങനെ കണ്ടെനിക്കിങ്ങനെ ചുവന്ന കളറും എന്താ നീല കളറും അങ്ങനെ ഭയങ്കര ബ്രൈറ്റ് കളേഴ്സ്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഓരോരുത്തർ നമ്മുടെ മുടിയൊക്കെ പിന്നിടാനും ഓരോ സാധനങ്ങൾ വിൽക്കാനൊക്കെ ആയിട്ട് വരും. ഹെഡ് മസാജ് ചെയ്യാനായിട്ട് ഒക്കെ വരും. അങ്ങനെ ഫുള്ള് വേറെ ഒരു വൈബുള്ള സ്ഥലം കേട്ടോ. ഒന്നും കേൾക്കാൻ പറ്റില്ല, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും കേൾക്കാൻ പറ്റാത്ത പോലെയാണ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡ് ഓർഡർ ചെയ്തു. ഫുഡ് ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. സൂപ്പറായിട്ടുള്ള ഫുഡായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സ്ട്രിപ്സ് ഓർഡർ ചെയ്തു. പിന്നെ കുറേ വേറെ സൂപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫിഷിൻ്റെ സ്ട്രിപ്പും ചിക്കൻ സ്ട്രിപ്പും ഉണ്ട്. പിന്നെ അല്ലാതെ ഫ്രൈഡ് റൈസ്, നൂഡിൽസ് അങ്ങനെ എന്തൊക്കെ ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുഡ് വൈസ് അടിപൊളിയായിരുന്നു. കോസ്റ്റ്ലി ആയിരുന്നു കേട്ടോ, നല്ല എക്സ്പെൻസീവ് ആയിരുന്നു. എന്നിട്ട് എന്താ കുറേ നേരമൊക്കെ നടന്ന് പിന്നെ ഞങ്ങൾ തിരിച്ച് റൂമിലോട്ട് പോയി. സോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. ഞാൻ ഔട്ട്റോ ഷൂട്ട് ചെയ്തില്ല എന്ന് ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. എന്നാലും ഭയങ്കര ടയേർഡായി. വന്ന ഉടനെ എനിക്ക് എപ്പോഴാണ് ഉറങ്ങിയെന്ന് തന്നെ ഓർക്കണം. വന്ന് കിടന്ന് ഓട്ടാനോ ഉറങ്ങി. ഓക്കെ ബൈ.